ഹലോ മക്കളെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിന്റെ നീറ്റ് മാസ്റ്റർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ആദ്യം വരുന്ന ചാപ്റ്റർ ആണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി ഇത് കൂടാതെ ബയോമോളിക്യൂൾ, അതേപോലെ തന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന 3 ചാപ്റ്ററുകളാണ് ഈ യൂണിറ്റ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന NCERT യൂണിറ്റിൽ നമുക്കുള്ളത്. ഈ 3 ചാപ്റ്ററുകളും കൂടെ നമുക്ക് നീറ്റ് എക്സാമിന് 15 ക്വസ്റ്റ്യൻസ് തരുന്ന ഒരു യൂണിറ്റ് ആണിത്. അതിനകത്ത് തന്നെ ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് ഏകദേശം 16 മാർക്കോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നല്ല രീതിയിൽ നമ്മുടെ മാസ്റ്റർ ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതി നല്ല രീതിയിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്ത് വായിച്ചു വന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് പക്കയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ഒരു 8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ എല്ലാ വർഷങ്ങളിലും ഞാൻ ഈ പറഞ്ഞ ഈ 4 ക്വസ്റ്റ്യൻസ് കുറയാതെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യം നമ്മൾ ഈ ചാപ്റ്ററിന് കൊടുക്കണം. എന്ന് മാത്രവുമല്ല, ഈ ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റുകളും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് പഠിക്കണം. കാരണം ചില അവസരങ്ങൾ, ചില വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിൽ നിന്നാണ്. അതായത് NCERTയിൽ നിന്ന് ഒരു അല്പം കൂടെ മുന്നിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡയഗ്രാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അസർഷൻ റീസൺ, സ്റ്റേറ്റ്മെന്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇതെല്ലാം തന്നെ നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകും. NCERT വായിക്കും, സ്റ്റേറ്റ്മെന്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഡയഗ്രാം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ചെയ്തേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ. അപ്പൊ ഈ പറയുന്ന നമുക്ക് ഒട്ടും സമയം കളയേണ്ട സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിന്റെ മാസ്റ്റർ ക്ലാസ്സസ് ലെക്ചർ 1 നമുക്ക് പോകാം. 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ 100% പക്കയായിട്ട് 10 സെക്കൻഡിനകം ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതാ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ലെക്ചർ 1 കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 ടോപ്പിക്കുകളാണ്. ഒന്ന്, സെൽ എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതേപോലെ സെൽ തിയറി പഠിക്കണം. അതേപോലെ അൻ ഓവർ വ്യൂ ഓഫ് സെൽ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കണ്ടന്റുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഈ 3 ടോപ്പിക്കുകളാണ് നമ്മളാണെങ്കിൽ ലെക്ചർ 1 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്കിൽ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻട്രൊഡക്ഷനിൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സെല്ലിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നു, സെൽ ഡിഫറൻഷിയേറ്റ് ലിവിങ് ഫ്രം നോൺ ലിവിങ്. ജീവനുള്ളവയെ ജീവനില്ലാത്തവയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വ്യത്യസ്തമാക്കുന്ന ഒരു ക്യാരക്ടറാണ് സെൽ. അതിന്റെ അർത്ഥം എന്താ മക്കളെ? നോൺ ലിവിങ് തിങ്സിനെ ഒന്നും എന്തുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്? സെല്ല് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്ത് ലിവിങ് തിങ്സിനെ മാത്രമേ എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ? സെല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പൊ സെൽ ഈസ് ദ യുണീക്ക് ക്യാരക്ടർ ഓഫ് ലിവിങ് തിങ്സ്. ലോകത്ത് ജീവനുള്ളവയുടെ മാത്രം ഒരു യുണീക്ക് ക്യാരക്ടറാണ് ആരെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ് പറയുന്നത്, സെൽ ഡിഫറൻഷിയേറ്റ് ലിവിങ് ഫ്രം നോൺ ലിവിങ്. ആൻഡ് സെൽ ഈസ് കൺസിഡേർഡ് ആസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ലിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഒരു ജീവിയുടെ അല്ലെങ്കിൽ ജീവന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ്. അതായത് ഒരു ജീവിയുടെ, ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്നതും ആ ജീവി എങ്ങനെ പെരുമാറണം, അതിന്റെ ഫങ്ഷൻ തീരുമാനിക്കുന്നതും ആരാണ്? സെല്ലാണ്. അപ്പൊ സെൽ ഈസ് കൺസിഡേർഡ് ആസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് വായിക്കുന്നതിന് പകരം നിങ്ങൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ ലെക്ചർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് NCERT വായിക്കും. ഈ ഒരു ലെക്ചർ അങ്ങോട്ട് തീരുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? NCERT നമ്മൾ ഒരുമിച്ച് വായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പോ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സെല്ലാണ് ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെല്ലിനെ നമ്മൾ എന്തെന്നാ കൺസിഡർ ചെയ്യുന്നത്? ലൈഫിന്റെ അഥവാ ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ്, അല്ലെ? ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഫങ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതും ആരാണ്? സെല്ലാണ്. And anything less than a complete structure of a cell does not ensure independent living. ഒരു സെല്ലിൽ കുറഞ്ഞ ഒന്നിനും ഇൻഡിപെൻഡന്റ് ആയി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സെല്ലിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സെല്ല് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒരു സെല്ലാണ്. ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലാണ്.
ഒരു പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഇപ്പൊ അമീബ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സെല്ലാണ്, അവയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു സെല്ലല്ലാതെ അതിൽ നിന്ന് അകത്ത്, സെല്ലിന്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും കമ്പോണന്റ് എടുത്ത് പുറത്തിട്ടു, അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെല്ലിൽ കുറഞ്ഞ ഒന്നിനും ലോകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ സെല്ലിന് എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. എവറി സെൽ ഹാസ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ലോകത്ത് ഇൻഡിപെൻഡന്റ് ആയി എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഓരോ സെല്ലിനും ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് ആക്ടിവിറ്റീസ്. ഒരു ജീവിയുടെ ശരീരത്ത് ലൈഫ് ആക്ടിവിറ്റീസ്, ജീവൽ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ സെല്ലിൽ കുറഞ്ഞ ഒന്നും അതിനുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ ഒരു സെല്ലിനകത്തുനിന്ന് ന്യൂക്ലിയസ് നിങ്ങൾ എടുത്ത് പുറത്തിട്ടു. നമ്മൾ പറയും ബ്രെയിൻ ഓഫ് ദ സെൽ എന്നൊക്കെയാണ് ന്യൂക്ലിയസിനെ അറിയപ്പെടുന്നത്. പക്ഷേ ന്യൂക്ലിയസിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതൊരു സെല്ലിനകത്തിരുന്നാലേ അതിന് ജീവിക്കാൻ പറ്റൂ. നിങ്ങളൊരു സെല്ലിന്റെ ഉള്ളിൽ നിന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ എടുത്ത് പുറത്തിട്ടു, അതിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അതിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു സെല്ലിന്റെ പാർട്ടായിട്ടിരുന്നാലേ അതിന് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ സെല്ലിൽ കുറഞ്ഞ ഒരു കാര്യത്തിനെ കൊണ്ടും, ലോകത്ത് സെല്ലിനകത്ത് കിടക്കുന്ന കമ്പോണന്റിനെ കൊണ്ട് പോലും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലൈഫ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല. സെല്ലിൽ കുറഞ്ഞ ഒന്നിനും ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സെല്ലിന്റെ പ്രത്യേകതകളായിട്ട് പറഞ്ഞത്? സെല്ലാണ് ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. രണ്ട്, നമ്മൾ പറഞ്ഞു സെൽ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. മൂന്ന്, നമ്മൾ പറഞ്ഞു ഒരു സെല്ലിനേക്കാൾ കുറഞ്ഞ ഒന്നിനും എന്തില്ല? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല, അഥവാ ഇൻഡിപെൻഡന്റ് ലിവിങ് ഇല്ല. അതുപോലെ തന്നെ ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന ഏതൊരു ലൈഫ് ആക്ടിവിറ്റി നടക്കണമെങ്കിലും ആര് വേണം? സെല്ല് വേണം. സെല്ലുണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻട്രോഡക്ടറി പാർട്ട്. ഇൻട്രോഡക്ടറി പാർട്ടിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റൽ ടൈപ്പിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സെല്ലിൽ കുറഞ്ഞ ഒന്നിനും, anything less than a complete structure of a cell does not ensure independent living. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സൈറ്റോളജിയിലേക്കാണ്. എന്താണ് ഈ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് സെൽ ആൻഡ് സെല്ലുലാർ സ്ട്രക്ചർ. സെല്ലിനെ കുറിച്ചും സെല്ലിനകത്തുള്ള സ്ട്രക്ചറുകളെ കുറിച്ചുമുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പൊ സ്റ്റഡി നമുക്ക് ചുരുക്കി നമുക്ക് പറയാം, സൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയാം. സൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. ആൻഡ് ഹിയർ ഇത് ആരംഭിക്കുന്നത്, സൈറ്റോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ ആരംഭിക്കുന്നത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിൽ നിന്നാണ്. ഈ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണെങ്കിൽ 1665 1665 ഒരു കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ബോട്ടിൽ അടച്ചിരുന്ന കോർക്ക് ഇദ്ദേഹം ആണെങ്കിൽ സ്ലൈസ് ചെയ്തു, ചെറുതായിട്ട് അരിഞ്ഞു. അരിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ലെൻസ് ഉപയോഗിച്ച് നോക്കി. ഈ കോർക്കിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് അദ്ദേഹം നോക്കിയ സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. എന്താണ് നടക്കുന്നത്? 1665. അപ്പൊ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ, ഈ പറയുന്ന കോർക്കിന്റെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുന്ന ചില കമ്പോണന്റുകളെ ആര് കാണുകയാണ്? നമ്മുടെ റോബർട്ട് ഹുക്ക് കാണുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ചില കമ്പോണന്റുകളെ റോബർട്ട് ഹുക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ തോന്നിയത് ഇത് ഹണി കോംബ്, തേനീച്ചക്കൂട് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്നാണ്. ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ. ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ എന്താണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിച്ചത്, ഡിസ്ക്രൈബ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഈ കണ്ട സ്ട്രക്ചറിന് ഒരു പേര് കൊടുത്തു. ആ പേരാണ് സെല്ലുല. അന്ന് അദ്ദേഹം സെല്ലെന്നല്ല വിളിച്ചത്, ഇതിനെ എന്തെന്നാ വിളിച്ചത്? സെല്ലുല എന്നായിരുന്നു വിളിച്ചത്. ഈ സെല്ലുല എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടൈനി റൂം അല്ലെങ്കിൽ ടൈനി ചേംബർ എന്നായിരുന്നു. ടൈനി റൂം അല്ലെങ്കിൽ ടൈനി ചേംബേഴ്സ് എന്ന അർത്ഥം വരുന്ന സെല്ലുല എന്ന പേരാണ് ആദ്യമായിട്ട് സെല്ലിന് കിട്ടിയത്. ഇതിൽ നിന്നാണ് പിന്നീട് ഏത് പേര് ഉണ്ടായത്? സെൽ എന്ന പേര് ഈ സ്ട്രക്ചറിന് ഉണ്ടായത്. അപ്പൊ അങ്ങനെയെങ്കിൽ റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരുടെ സെല്ലിനെയാ? കോർക്കിനകത്ത സെല്ലിനെയാ. കോർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പ്ലാന്റിൽ നിന്നാണ്. കൊർക്കസ് അറബിക്ക എന്ന് പറയുന്ന ഒരു ട്രീയുടെ ബാർക്ക്, അതിന്റെ ബാർക്കിൽ നിന്നാണ് നമ്മൾ ഈ കോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, പ്ലാന്റ് സെല്ലിനെ ആയിരിക്കും അനിമൽ സെല്ലിനെ ആയിരിക്കും അദ്ദേഹം ഒബ്സർവ് ചെയ്തത്? പ്ലാന്റ് സെല്ലിനെ നിസ്സാരമായിട്ട് നിങ്ങൾ പറയും, സാർ കോർക്ക് ഒരു ചെടി, ഒരു വൃക്ഷത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരെയാണ്? പ്ലാന്റ് സെല്ലിനെയാണ്. വെറും പ്ലാന്റ് സെല്ലിനെ അല്ല അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ഹി ഒബ്സർവ്ഡ് എ ഡെഡ് പ്ലാന്റ് സെൽ. അല്ലെ, കോർക്കൊക്കെ ഉണങ്ങിയ പ്ലാന്റ് സെൽ അല്ലേ മക്കളെ? അപ്പോ റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് 1665 ഒബ്സർവ് ചെയ്തത് എന്തിനെയായിരുന്നു? ഒരു ഡെഡ് പ്ലാന്റ് സെല്ലിനെ ആയിരുന്നു. ആൻഡ് ഹി ഗേവ് ദ നെയിം, അതിന് അന്ന് അദ്ദേഹം കൊടുത്ത പേരെന്തായിരുന്നു? സെല്ലുല എന്നായിരുന്നു. വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് സെല്ലുല? ടൈനി ചേംബർ എന്ന അർത്ഥം വരുന്ന സെല്ലുല എന്ന് പറയുന്ന പേരാണ് അദ്ദേഹം അതിന് കൊടുത്തത്. ആൻഡ് ലേറ്റർ ദ സെൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സെല്ലുല.
സെൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? ഈ സെല്ലുല എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. എന്നാൽ ആദ്യമായിട്ട് ഒരു ലൈവ് സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജീവനുള്ള ഒരു സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? അതാണ് ആന്റൺ വാൻ ലിവൻഹോക്ക്. ആരാണ്? ആന്റൺ വാൻ ലിവൻഹോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോകത്തിൽ ആദ്യമായി ഒരു ലൈവ് സെല്ലിനെ, ഇവിടെ മുതൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. റോബർട്ട് ഹൂക്കിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമ്മളത് പഠിക്കണം. സൈറ്റോളജിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ നീറ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിക്കണം. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആന്റൺ വാൻ ലിവൻഹോക്ക് മുതലുള്ള കാര്യമാണ്. ആന്റൺ വാൻ ലിവൻഹോക്ക് ഡിസ്കവേർഡ് ദ ഫസ്റ്റ് ലൈവ് സെൽ. ലോകത്തിൽ ആദ്യമായി ജീവനുള്ള സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? ആന്റൺ വാൻ ലിവൻഹോക്ക് ആണ്. ഇനി ഇത് കൂടാതെ ഈ ആന്റൺ വാൻ ലിവൻഹോക്ക് ആണെങ്കിൽ അന്ന് കണ്ടുപിടിച്ച ലൈവ് സെൽ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം കുറച്ച് പോണ്ട് വാട്ടർ എടുത്തിട്ട്, തടാകത്തിലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഹാൻഡ് മെയ്ഡ് മൈക്രോസ്കോപ്പ് കൊണ്ട് ഇങ്ങനെ നോക്കി, കൈ കൊണ്ടുണ്ടാക്കിയ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം അതിലൂടെ എന്തൊക്കെയോ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ മൂവ് ചെയ്ത പാർട്ടിക്കിൾ പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചത് ബാക്ടീരിയ ആയിരുന്നു. പക്ഷേ നമ്മുടെ ആന്റൺ വാൻ ലിവൻഹോക്കിന് അറിയത്തില്ല അത് ബാക്ടീരിയ ആണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊരു ലൈവ് സെല്ലാണ്. നമ്മുടെ റോബർട്ട് ഹൂക്ക് കണ്ട സെല്ല് തന്നെയാണ് സാധനം, പക്ഷെ അത് ലൈവ് ആണ്, ജീവനുള്ള സെല്ലാണ്. ലേറ്റർ ഇറ്റ് വാസ് ഐഡന്റിഫൈഡ് ആസ്, പിന്നീട് കണ്ടുപിടിച്ചു. അല്ലാതെ ആന്റൺ വാൻ ലിവൻഹോക്ക് അല്ല കണ്ടുപിടിച്ചത്, പകരം ലേറ്റർ ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് ഇറ്റ് ഈസ് ബാക്ടീരിയ. പിന്നീട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അന്ന് നമ്മുടെ ആന്റൺ വാൻ ലിവൻഹോക്ക് കണ്ടുപിടിച്ചത് ആരെയാണ്? ബാക്ടീരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൂ ഡിസ്കവേർഡ് ബാക്ടീരിയ? ബാക്ടീരിയ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലിവൻഹോക്ക് ആണ്. പക്ഷെ അദ്ദേഹം അറിഞ്ഞോ അത് ബാക്ടീരിയ ആണെന്ന്? ഇല്ല. അതൊരു ലൈവ് സെൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഈ ബാക്ടീരിയയെ കണ്ടെത്തിയത് കൂടാതെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ, ഇപ്പൊ മനുഷ്യന്റെ RBC, അതുപോലെ തന്നെ ഈസ്റ്റ് സെല്ലിനെ അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം നിരീക്ഷിച്ചു, ഒബ്സർവ് ചെയ്ത സാധനങ്ങളാണ് മനുഷ്യന്റെ RBC, അതേപോലെ ഈസ്റ്റ്, അതേപോലെ മനുഷ്യന്റെ സ്പേം മുതലായ ചില സെല്ലുകളെ ഇദ്ദേഹം നിരീക്ഷിച്ചു, ഇദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പൊ അങ്ങനെ ഈ ആന്റൺ വാൻ ലിവൻഹോക്കിന് നമ്മൾ അങ്ങനെ ഒരു പദവി കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ. ആദ്യമായിട്ട് ലൈവ് സെല്ലിനെ കണ്ടുപിടിച്ചു, പിന്നീട് അത് ബാക്ടീരിയ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതുപോലെ RBC, ഈസ്റ്റ്, സ്പേം മുതലായ കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കും. ഫാദർ ഓഫ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നാണ് നമ്മൾ ആരെ അറിയപ്പെടുന്നത്? ആന്റൺ വാൻ ലിവൻഹോക്കിനെ അറിയപ്പെടുന്നത്. അപ്പൊ ആന്റൺ വാൻ ലിവൻഹോക്ക് ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി ബിക്കോസ് ഹി ഒബ്സർവ്ഡ് ദ ഫസ്റ്റ് ലൈവ് സെൽ and he also observed human RBC, yeast, sperm, human sperm, etc. So all of these discoveries are considered for giving a position. അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുക്കാൻ വേണ്ടി ഈ ഡിസ്കവറി എല്ലാം നമ്മൾ പരിഗണിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഒരു പൊസിഷൻ കൊടുത്തു. എന്താണ് ആ പൊസിഷൻ? ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. എഴുതി സൂക്ഷിക്കണം ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ലിവൻഹോക്കിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ലിവൻഹോക്ക് ഈ പറയുന്ന ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയ ഇയർ എന്ന് പറയുന്നത് 1676 ആണ്. ഓർത്ത് വെച്ചേക്കണം. റോബർട്ട് ഹൂക്ക് ആണെങ്കിൽ തന്റെ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയത് 1665-ലും, എന്നാൽ ആന്റൺ വാൻ ലിവൻഹോക്ക് തന്റെ എക്സ്പെരിമെന്റുകൾ അല്ലെങ്കിൽ തന്റെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയത് 1676-ലുമാണ്. അപ്പോൾ 1676-ലാണ് ആദ്യമായിട്ടൊരു ലൈവ് സെല്ലിനെ കണ്ടുപിടിക്കുന്നത്. ലേറ്റർ ദ ലൈവ് സെൽ ഈസ് ഐഡന്റിഫൈഡ് ആസ് ബാക്ടീരിയ. അപ്പൊ ലോകത്തിൽ ആദ്യമായി ബാക്ടീരിയ ഡിസ്കവർ ചെയ്തത് ആരാണ്? ആന്റൺ വാൻ ലിവൻഹോക്ക് ആണ്. ലോകത്തിൽ ആദ്യമായി ഡിസ്കവർ ചെയ്യപ്പെടുന്ന ലിവിംഗ് സെല്ലും ഏതാണ്? ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ലിവിംഗ് സെൽ അല്ല സാർ ചോദിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി ഡിസ്കവർ ചെയ്യപ്പെടുന്ന, കണ്ടുപിടിക്കപ്പെടുന്ന ലൈവ് സെൽ ഏതാണ്? ബാക്ടീരിയ ആണ്. അത് ആരാ കണ്ടുപിടിക്കുന്നത്? ആന്റൺ വാൻ ലിവൻഹോക്ക് ആണ്. ഓർത്തോണേ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോണേ. എങ്കിൽ അടുത്ത ആള്, ഹിസ് നെയിം ഈസ് റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണെങ്കിൽ ഈ ഡേറ്റ് ഓർത്ത് വെച്ചോണം, 1831. ഇദ്ദേഹത്തിന്റെ പേര് NCERT-ൽ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ സൈറ്റോളജിയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കണം. റോബർട്ട് ബ്രൗൺ ഇൻ 1831, 1831 റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിസ്കവേർഡ് ന്യൂക്ലിയസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു മക്കളെ? ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നു. സെല്ലിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ന്യൂക്ലിയസ് ആണ് സെല്ലിന്റെ സെന്റർ എന്നറിയപ്പെടുന്ന, സെന്റർ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ന്യൂക്ലിയസിനെയാണ്. ആ ന്യൂക്ലിയസിനെ ആദ്യമായി ഡിസ്കവർ ചെയ്യുന്ന ആളാണ് റോബർട്ട് ബ്രൗൺ ഇൻ 1831. 1831 അദ്ദേഹം തന്റെ ഒബ്സർവേഷൻ നടത്തുന്നത്. എന്നാൽ ഇതിനുശേഷം പർക്കിൻ ജെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഹി ഡിസ്കവേർഡ് ദ പ്രോട്ടോപ്ലാസം.
ഇദ്ദേഹം സെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിസ്കവേർഡ് പ്രോട്ടോപ്ലാസം. സെല്ലിന്റെ പ്രോട്ടോപ്ലാസം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് ഈ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ? ഇങ്ങോട്ട് നോക്കൂ. എടാ, ഞാനൊരു അനിമൽ സെല്ല് വരയ്ക്കൂ. ദിസ് ഇസ് അനിമൽ സെൽ. അനിമൽ സെല്ലിന്റെ ഏറ്റവും പുറമെ നിങ്ങൾക്ക് അറിയാം പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ശരിയല്ലേ മക്കളെ? അനിമൽ സെല്ലിന്റെ ഏറ്റവും പുറമെ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയസ് കാണാം, ചുറ്റുമായിട്ട് കുറച്ച് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള മാട്രിക്സും കാണാം. ഇതിനെ നിങ്ങൾ സൈറ്റോപ്ലാസം എന്നൊക്കെ പറയും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ എന്താ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ? all the substances inside the plasma membrane of a cell that include nucleus ഉൾപ്പെടെ ഉണ്ട് അല്ലേ? പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കും. പ്രോട്ടോപ്ലാസം. ഇനി ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു വേർഡാണ് പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. all the substances inside the plasma membrane is called protoplasm. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആ പ്രോട്ടോപ്ലാസത്തിന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനെയും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ദ പ്രോട്ടോപ്ലാസം along with plasma membrane. അത്രയേ ഉള്ളൂ. ദ പ്രോട്ടോപ്ലാസം. അപ്പൊ പ്രോട്ടോപ്ലാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം പ്രോട്ടോപ്ലാസം along with ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനും പ്രോട്ടോപ്ലാസവും കൂടെ ചേരുന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സാറാണെങ്കിൽ ഇവിടെ എന്ത് വരയ്ക്കുകയാണ്? ഒരു പ്ലാന്റ് സെല്ല് വരയ്ക്കുകയാണ്. നിങ്ങൾക്കറിയാം പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും പുറമെ എന്തുണ്ട്? സെൽവാളുണ്ട്. സെൽവാളിന്റെ ഉള്ളിൽ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കാണാം. അതിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ കാണാം. എങ്കിൽ സാർ ഈ യെല്ലോ കളറിൽ വരച്ച റീജിയൻ മാത്രമാണ് ഇതിന്റെ പ്രോട്ടോപ്ലാസ്റ്റ്. വെളിയിലുള്ള സെൽവാൾ വരത്തില്ല. കാരണം എന്താ? പ്രോട്ടോപ്ലാസവും പ്ലാസ്മ മെംബ്രെയിനും കൂടെ ചേരുന്നതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. ആ പ്രോട്ടോപ്ലാസ്റ്റിന് പുറമെ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ എന്തുണ്ട്? ഒരു സെൽവാൾ ഉണ്ട്. എന്നാൽ അനിമൽ സെല്ലാകുമ്പോൾ ആ സെൽവാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദ സെൽ ഇറ്റ്സെൽഫ് ഈസ് എ പ്രോട്ടോപ്ലാസ്റ്റ്. സെല്ലിനെ തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിക്കാൻ കാര്യം അവിടെ പ്രോട്ടോപ്ലാസം എലോങ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ ഒരു അനിമൽ സെല്ലിന്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ പ്രോട്ടോപ്ലാസ്റ്റ്. എന്നാൽ പ്ലാന്റ് സെല്ലിൽ അങ്ങനല്ല. പ്രോട്ടോപ്ലാസ്റ്റിന് വെളിയിൽ എന്തും കൂടെ ഉണ്ട്? സെൽവാളും കൂടെ ഉണ്ട്. കാര്യം പറഞ്ഞത് മനസ്സിലായോ? അപ്പോ പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസുകളെ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേര് പ്രോട്ടോപ്ലാസം. അത് കണ്ടുപിടിച്ചത് ആരാ? പർക്കിൻജെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇനി ആ പ്രോട്ടോപ്ലാസത്തിന്റെ കൂടെ നിങ്ങൾ പുറത്തുള്ള ഈ പ്ലാസ്മ മെംബ്രെയിനും കൂടെ കൺസിഡർ ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അനിമൽ സെല്ലിലാണെങ്കിൽ ഈ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ല് തന്നെ. പക്ഷെ പ്ലാന്റ് സെല്ലിൽ അങ്ങനല്ല. പ്ലാന്റ് സെല്ലിൽ ആ പ്രോട്ടോപ്ലാസ്റ്റിന് വെളിയിൽ പ്രോട്ടോപ്ലാസവും പ്ലാസ്മ മെംബ്രെയിനും കൂടി ചേർന്ന് അതിന്റെ വെളിയിൽ ആരോടും ഉണ്ട്? സെൽവാളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ സെൽവാളിനെ എവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ? പ്രോട്ടോപ്ലാസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. ഓക്കെ. അപ്പൊ അനിമൽ സെൽ ഇറ്റ്സെൽഫ് ഈസ് എ പ്രോട്ടോപ്ലാസ്റ്റ് ആൻഡ് ഇൻ പ്ലാന്റ് സെൽ ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽവാൾ. സെൽവാളിന്റെ ഉള്ളിലുള്ളതെല്ലാം കൂടെ ചേർത്തേ പ്രോട്ടോപ്ലാസ്റ്റ് ആവുള്ളൂ. ഓക്കെ. സെൽവാൾ എവിടെ വരത്തില്ല? പ്രോട്ടോപ്ലാസ്റ്റിന്റെ ഭാഗമായിട്ട് വരത്തില്ല. ഇത് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഇപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പ്രോട്ടോപ്ലാസം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് പറയണം? പർക്കിൻജെ എന്ന സയന്റിസ്റ്റ് ആണ്. പർക്കിൻജെ. ഇനി നേരെ നമ്മൾ സെൽ തിയറിയിലേക്ക് പോവുകയാണ്. സെൽ തിയറി കൊണ്ടുവന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. ഒന്ന് MJ ഷ്ലീഡനും അതേപോലെ തിയോഡർ ഷ്വാനും. മറക്കരുത്. ഓക്കെ. MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും. MJ ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. MJ ഷ്ലീഡൻ ആരാണെന്ന് ചോദിച്ചാൽ MJ ഷ്ലീഡൻ മേഡ് ഹിസ് ഡിസ്കവറീസ് ഇൻ 1838. പഠിക്കാൻ വളരെ എളുപ്പമാണ്. 1838 MJ ഷ്ലീഡൻ തന്നെ ഡിസ്കവർ ചെയ്തത്. എന്നാൽ തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷ്വാൻ തന്റെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോ MJ ഷ്ലീഡൻ എന്നാണ് 1838 തിയോഡർ ഷ്വാൻ എന്നാണ് 1839 തന്റെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഈ പറയുന്ന സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ കാരണമായത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്ക്. ആദ്യം MJ ഷ്ലീഡൻ. അദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ MJ ഷ്ലീഡൻ ഈസ് എ ജർമ്മൻ ബൊട്ടാണിസ്റ്റ്. ഓർത്തു വെച്ചോണം. എക്സാമിന് ചോദിക്കും. 100% ചോദിക്കും. ഈ പറയുന്ന MJ ഷ്ലീഡൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റൽ ടൈപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഇട്ടിട്ട് MJ ഷ്ലീഡൻ ഈസ് എ ജർമ്മൻ ഡാഷ് ബൊട്ടാണിസ്റ്റ്. ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. ആൻഡ് ഹി ഒബ്സർവ്ഡ് പ്ലാന്റ് സെൽ. അദ്ദേഹം ധാരാളം എന്തിനെ ഒബ്സർവ് ചെയ്തു? പ്ലാന്റ് സെൽസിനെ ഒബ്സർവ് ചെയ്തു. ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ് ബോഡീസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് എല്ലാ പ്ലാന്റ് ബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചു? സെല്ല് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ MJ ഷ്ലീഡൻ എന്താ ചെയ്തേ? ഹി ഒബ്സർവ്ഡ് മെനി പ്ലാന്റ് സെൽ ഓർ പ്ലാന്റ് ബോഡി.
ഒരുപാട് പ്ലാന്റ് ബോഡികളെ അദ്ദേഹം കണ്ടു. എന്നിട്ട് പറയുകയാണ് ഓൾ പ്ലാന്റ് ബോഡീസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ പ്ലാന്റ് ബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ആൻഡ് സെൽ ടുഗദർ ഫോം ടിഷ്യൂസ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പോസ്റ്റുലേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നു? ടിഷ്യൂസ് ഉണ്ടാകുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ എന്തൊക്കെയാണ്? MJ Streeton ആരാണ്? ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. കൂടാതെ അദ്ദേഹം ഒരുപാട് പ്ലാന്റ് ബോഡീസിനെ നിരീക്ഷിച്ചിട്ട് പറയുകയാണ് ഓൾ പ്ലാന്റ് ബോഡീസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. ലോകത്തിലുള്ള എല്ലാ പ്ലാന്റ് ബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. കൂടാതെ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? ടിഷ്യൂസ് ഉണ്ടാകും. അപ്പൊ സെൽസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടിഷ്യൂസ് എന്ന് പറഞ്ഞത് ആര്? നമ്മളോട് ചോദിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നു സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആരാ? MJ Streeton ആണ്. എന്നാൽ ഇതുപോലെ നമ്മൾ തിയോഡർ ഷ്വാനിലേക്ക് പോകാം. അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ സുവോളജിസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ പഴയ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഇരിക്കുന്നത് എങ്കിൽ അതിൽ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നായിരിക്കും എഴുതിയിരിക്കുക. പക്ഷെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് തിരുത്തി വന്നിട്ടുണ്ട്. നീറ്റിന്റെ സിലബസിലും അത് തിരുത്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തിക്കോളുക. നിങ്ങളുടെ ഇരിക്കുന്ന പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. സാറ് എല്ലാ വീഡിയോസിലും നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ തിരുത്തി എഴുതേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരും. അത് നിങ്ങൾ അങ്ങ് തിരുത്തി എഴുതിയാൽ മതി. ഇപ്പൊ നോക്ക്, തിയോഡർ ഷ്വാന്റെ അവിടെ നിങ്ങൾ ആ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അവിടെ ജർമ്മൻ സുവോളജിസ്റ്റ് എന്നാക്കുക. ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നുള്ളത് മാറ്റി ജർമ്മൻ സുവോളജിസ്റ്റ് എന്നാക്കുക. ആൻഡ് ഹി ഒബ്സർവ്ഡ് അനിമൽ സെൽ. അപ്പൊ ഇദ്ദേഹം പ്ലാന്റ് സെൽസിനെ ഒബ്സർവ് ചെയ്തതുപോലെ തിയോഡർ ഷ്വാൻ 1839 എന്തിനെ ഒബ്സർവ് ചെയ്തത്? അനിമൽ സെല്ലുകളെയാണ് ഒബ്സർവ് ചെയ്തത്. ആൻഡ് all animal cells are, അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്, കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. all animal cells are surrounded by a thin membrane called plasma membrane. അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എല്ലാ അനിമൽ സെല്ലുകളെയും സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാം? ഒരു തിൻ മെംബ്രെയിൻ, വളരെ കട്ടി കുറഞ്ഞ ഒരു മെംബ്രെയിൻ കാണാം. ആ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോ തിയോഡർ ഷ്വാൻ പറയുകയാണ് all animal cells are surrounded by a thin membrane called plasma membrane. ആൻഡ് ഹി സ്റ്റഡീഡ് പ്ലാന്റ് സെൽ. അദ്ദേഹം നിർത്തുന്നില്ല. അനിമൽ സെല്ലിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചതുപോലെ തന്നെ ആരെ കുറിച്ചും പഠിക്കുന്നു? പ്ലാന്റ് സെല്ലിനെ കുറിച്ചും പഠിക്കുന്നു. ദെൻ അദ്ദേഹം പറയാണ് സെൽ വാൾ ഈസ് ദ ഫീച്ചർ ഓഫ് ഓൺലി പ്ലാന്റ് സെൽ. അപ്പൊ അദ്ദേഹം അനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അനിമൽ സെല്ലിന് പുറമെ പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്ലാന്റ് സെൽ അദ്ദേഹം എടുത്തു നോക്കിയപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്, അതിന് പുറമെ എന്തുണ്ട്? ഒരു സെൽ വാളും ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ് സെൽ വാൾ ഈസ് ദ ഫീച്ചർ ഓഫ്, ഹി സ്റ്റഡീഡ് പ്ലാന്റ് സെൽ ആൻഡ് ഹി ഡിസ്കവേർഡ് ദാറ്റ് സെൽ വാൾ ഈസ് എ ഫീച്ചർ ഓഫ് ഓൺലി പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലുകൾക്ക് സെൽ വാൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. ദെൻ പ്ലാന്റ് ആൻഡ്, എന്നിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്, നേരത്തെ നമ്മുടെ സ്ലീഡൻ പറഞ്ഞല്ലോ അതിന് പ്ലാന്റിന്റെ ബോഡി എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന്. അപ്പൊ തിയോഡർ ഷ്വാൻ അത് കൺക്ലൂഡ് ചെയ്യാണ് പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി ആർ മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് ദെയർ പ്രോഡക്റ്റ്. ഇതാണ് സെൽ തിയറി ആദ്യമായിട്ടുണ്ടായപ്പോൾ അതിന്റെ പോസ്റ്റുലേറ്റ്. എന്തായിരുന്നു പോസ്റ്റുലേറ്റ്? ഒന്ന് പറ മക്കളെ, എന്തായിരുന്നു സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്? ഒന്ന് പറഞ്ഞേ. പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി ആർ മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് ദെയർ പ്രോഡക്ട്സ്. പ്ലാന്റിന്റെയും അനിമലിന്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകളോ സെല്ലിന്റെ പ്രോഡക്റ്റോ കൊണ്ടാണ്. പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി ആർ മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് ദെയർ പ്രോഡക്റ്റ്. ഇതാണ് ഓൾഡ് സെൽ തിയറി. ഇതാണ് സെൽ തിയറി. ആദ്യമായിട്ടുണ്ടായ സെൽ തിയറി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാന്റ് ആൻഡ് അനിമൽ ബോഡി ആർ മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് ദെയർ പ്രോഡക്ട്സ്. എന്നാൽ ഈ സെൽ തിയറിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും എന്തൊക്കെയാ ചെയ്തേ? നമ്മുടെ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള MJ Streeton പ്ലാന്റ് സെല്ലുകളെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു എല്ലാ പ്ലാന്റ് ബോഡിയും നിർമ്മിച്ചിരിക്കുന്ന സെല്ല് കൊണ്ടാണ്. അതുപോലെ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാകും. എന്നാൽ ജർമ്മൻ സുവോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തിയോഡർ ഷ്വാൻ പറയുകയാണ് 1839 പറയുകയാണ്, അദ്ദേഹം ഒരുപാട് അനിമൽ സെല്ലുകളെ നിരീക്ഷിച്ചിട്ട് പറയുകയാണ് അനിമൽ സെല്ലുകളെ സറൗണ്ട് ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിനും അതേപോലെ പ്ലാന്റ് സെല്ലിനെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും സെൽവാളുമാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ സെൽവാൾ ഈസ് എ യൂണിക് ഫീച്ചർ ഓഫ് പ്ലാന്റ് സെൽ എന്ന് പറയുകയാണ്. ഇനി കൂടാതെ അദ്ദേഹം പറയുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ് പ്ലാന്റിന്റെയും അനിമലിന്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളും അവയുടെ പ്രോഡക്റ്റുകളും കൊണ്ടാണ്. അപ്പൊ ഇതായിരുന്നു ലോകത്തിൽ ആദ്യമായി ഉണ്ടായി വന്ന സെൽ തിയറി. ഓക്കെ, എന്നാൽ ഈ സെൽ തിയറിക്ക് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദി സെൽ തിയറി? ഇറ്റ് ഡി നോട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് ഒറിജിൻ ഓഫ് സെൽ. പുതിയ സെല്ലുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ഈ സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് ഈ സെൽ തിയറിയുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. വാട്ട് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് സെൽ തിയറി? ചോദിക്കും. സെൽ തിയറിയുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താണ്? ലിമിറ്റേഷൻ എന്താണ്? നോക്ക്, നോ എക്സ്പ്ലനേഷൻ അബൌട്ട് ഒറിജിൻ ഓഫ് സെൽ. സെല്ലിന്റെ ഒറിജിനെ പറ്റി, സെൽ എങ്ങനെ ഉണ്ടായതാണ് എന്നതിനെ പറ്റി ഒരു എക്സ്പ്ലനേഷനും സെൽ തിയറിയിലില്ല. അപ്പൊ അക്കാലത്താണ് റുഡോൾഫ് വിർഷോ എന്നൊരു സയന്റിസ്റ്റ് വരുന്നത്. റുഡോൾഫ് വിർഷോ അദ്ദേഹം 1855 1855 ഒരു കാര്യം ചെയ്തു. ഹി സേ ദാറ്റ്
ഒമ്നിസെല്ലുല ഈ സെല്ലുല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, നമ്മുടെ റുഡോൾഫ് വിർഷോ അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്താ പറഞ്ഞേ? ഒമ്നിസെല്ലുല ഈ സെല്ലുല. എന്താ ഒമ്നിസെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞാൽ? ഓൾ സെൽസ് അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലുകളും, ലോകത്തിൽ എല്ലാ സെല്ലുകളും ഉണ്ടാകുന്നത് പഴയ ഒരു സെല്ലിൽ നിന്നാണ്. ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ റുഡോൾഫ് വിർഷോ ഇൻ 1855 say that omnicellular e cellula. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയാണ് omnicellular e cellula. എന്താണ് omnicellular e cellula എന്ന് പറഞ്ഞാൽ? a new cell അല്ലെങ്കിൽ all cells that are erased from a പ്രീ എക്സിസ്റ്റിംഗ് സെൽ. മുമ്പുള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ സെൽ തിയറി മോഡിഫൈ ചെയ്യണ്ടേ? ഇതും കൂടെ ചേർക്കണ്ടേ സെൽ തിയറിയുടെ കൂടെ? കാര്യം സെൽ തിയറി എന്തായിരുന്നു ലിമിറ്റേഷൻ? പുതിയ സെൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് പറഞ്ഞില്ല. പക്ഷെ അതിപ്പോൾ ആര് പറഞ്ഞു കൊടുത്തു? റുഡോൾഫ് വിർഷോ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെൽ തിയറി മോഡിഫൈ ചെയ്തു. നോക്ക്, മോഡിഫൈഡ് സെൽ തിയറി. നമ്മൾ സെൽ തിയറിയെ എന്താക്കി മാറ്റി? മോഡിഫൈഡ് സെൽ തിയറി ആക്കി മാറ്റി. എന്താ മോഡിഫൈഡ് സെൽ തിയറി എന്ന് പറഞ്ഞേ? ഓൾ പ്ലാന്റ് ആൻഡ് അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ പ്ലാന്റുകളുടെയും അനിമലുകളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. കണ്ടോ, സെൽ തിയറി പറയുകയാണ് ഓൾ പ്ലാന്റ് ആൻഡ് അനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് all cell arises from pre-existing cell. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതാണ്. മോഡിഫൈഡ് സെൽ തിയറിയിൽ ഒരു എക്സ്ട്രാ പോസ്റ്റ്ലേറ്റും കൂടെ ആഡ് ചെയ്തു. എന്തോ പോസ്റ്റ്ലേറ്റ്? all cell arises from pre-existing cell. മുമ്പുള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഉണ്ടാവുകയുള്ളൂ. കാര്യം മനസ്സിലായാ നിങ്ങൾക്ക്? അപ്പോ ഓൾ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറയുകയാണ്. കൂടാതെ ഓൾ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. മുമ്പുള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ല് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് മോഡിഫൈഡ് സെൽ തിയറി. അപ്പൊ സാധാരണ സെൽ തിയറിയിൽ ഈ ഒരൊറ്റ പോസ്റ്റ്ലേറ്റേ ഉള്ളായിരുന്നു. എന്നാൽ റുഡോൾഫ് വിർഷോ വന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സെൽ തിയറി മോഡിഫൈ ചെയ്തു. ആ മോഡിഫിക്കേഷനിൽ ഒരു കാര്യം കൂടെ, ഒരു പോസ്റ്റ്ലേറ്റും കൂടെ ആഡ് ചെയ്തു. ഓൾ സെൽസ് ആർ അറൈസ്ഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓക്കെ, ദെൻ അടുത്തതാണ് എക്സെപ്ഷൻസ് ഓഫ് സെൽ തിയറി. നമ്മൾ സെൽ തിയറിയൊക്കെ കൊണ്ടുവന്നു, പക്ഷേ സെൽ തിയറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ചില ആളുകളുണ്ട്. ചില ആളുകളെ കുറിച്ച് നമ്മൾ സെൽ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ്. ഒന്ന് വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു എസെല്ലുലാർ പാർട്ടിക്കിൾ ആണ്. അതൊരിക്കലും ഒരു സെല്ലൊന്നും അല്ല. അതിന് നമുക്ക് സെല്ലെന്ന് വിളിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് ദ ബോർഡർ ലൈൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. നമ്മൾ ഇനി പഠിക്കും, വൈറസിനെ കുറിച്ച് പഠിക്കും. വൈറസിന് എപ്പോഴും ലിവിങ് സ്റ്റേറ്റ് ഉള്ളത് ഒരു ജീവിയുടെ അകത്തായിരിക്കുമ്പോൾ മാത്രമാണ്. ഒരു ഹോസ്റ്റിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ മാത്രമേ വൈറസിന് എന്തുള്ളൂ? ലിവിങ് സ്റ്റേറ്റ് ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു വൈറസ് ഏതെങ്കിലും ഒരു സർഫസിൽ ഇരിക്കുന്നു. ഈ ബോർഡിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വൈറസ് ഉണ്ട്. ഈ വൈറസ് ഒരു പാർട്ടിക്കിൾ ആയിട്ട് അതിനകത്തിരിക്കുന്നത്. അതിന് ജീവനൊന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ പാർട്ടിക്കിൾ, വൈറൽ പാർട്ടിക്കിൾ എന്ന് നമ്മൾ വൈറസിനെ പറയുന്നത്. വൈറൽ സെൽ എന്ന് പറയരുത്, വൈറൽ പാർട്ടിക്കിൾ. കാരണം അതൊരു പാർട്ടിക്കിളാണ്. വെളിയിലിരിക്കുന്ന സമയത്ത് ഒരു ക്രിസ്റ്റലൈൻ പാർട്ടിക്കിളാണ്, ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളാണ്. ഇതിന് ഈ രൂപമൊക്കെ കിട്ടുന്ന നമ്മുടെ ബോഡിയുടെ അകത്ത് വന്നിട്ട്, നമ്മൾ കോവിഡിന്റെ ഒക്കെ രൂപമൊക്കെ കാണൂല്ലേ, റംബൂട്ടാൻ പോലെയൊക്കെ ഇരിക്കുന്ന രൂപമൊക്കെ കാണൂലേ, ഇത് നമ്മുടെ ബോഡിയുടെ അകത്ത് വരുമ്പോഴേ ഇതിന് ഈ രൂപം കിട്ടുള്ളൂ. മനസ്സിലായ? അപ്പോ ഈ വൈറസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോർഡർ ലൈൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ലിവിങ്ങിനും നോൺ ലിവിങ്ങിനും ഇടയ്ക്കുള്ള ഒരു ബോർഡർ ലൈനാണ്. ആൻഡ് ബാക്ടീരിയ, രണ്ടാമത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ബാക്ടീരിയ. സെൽ തിയറിയിൽ നിന്ന് എക്സെപ്ഷൻ വന്ന ഒരാളാണ് ബാക്ടീരിയ. എന്താ കാര്യം? ബിക്കോസ് ദേ ഹാവ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഓർ ഓർഗനല്ലേ. ബാക്ടീരിയക്ക് എന്തില്ല, അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിന് എന്തില്ല? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഇല്ല. അതിനകത്ത് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഇല്ല. അതുകൊണ്ട് അത് സെൽ തിയറിയിൽ നിന്ന് എക്സെപ്ഷൻ ആണ്. അതുപോലെ RBC സീവ് ട്യൂബ്സ് മുതലായവയ്ക്കൊന്നും ന്യൂക്ലിയസേ ഇല്ല. ഇനൂക്ലിയേറ്റഡ് സെല്ലുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് RBC, പണ്ട് മുതലേ പഠിക്കുന്നതാണ്. മമേലിയൻ, മെച്ചുർ മമേലിയൻ RBC ഈസ് ഇനൂക്ലിയേറ്റഡ്, ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ്. അതുപോലെ മറ്റൊന്നാണ് റൈസോപ്പസ് എന്ന് പറയുന്ന ഒരു ഫംഗസ്. ആ ഫംഗസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുണ്ട്. അതുപോലെ ടപ്പീറ്റൽ സെല്ലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുണ്ട്. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഒക്കെ വരുമ്പോൾ ഇതെല്ലാം എന്തിന് എക്സെപ്ഷൻ ആണ്? സെൽ തിയറിക്ക് എക്സെപ്ഷൻ ആണ്. അപ്പോൾ സെൽ തിയറിക്ക് എക്സെപ്ഷൻ വരുന്ന ആരൊക്കെയാണ്? വൈറസ്. കാരണം അതൊരു എസെല്ലുലാർ പാർട്ടിക്കിൾ ആണ്. ഇറ്റ് ഈസ് എ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ആൻഡ് രണ്ടാമത് വരുന്നത് ബാക്ടീരിയ, ബിക്കോസ് ഇറ്റ് ഡു നോട്ട് ഹാവ് എനി വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഓർ സെൽ ഓർഗനൽ. അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഇല്ലാത്തതുകൊണ്ട് ബാക്ടീരിയ എക്സെപ്ഷൻ ടു ദ സെൽ തിയറിയാണ്. ദെൻ RBC സീവ് ട്യൂബ് മുതലായ സെല്ലുകൾക്ക് ന്യൂക്ലിയസേ ഇല്ല, കൺട്രോളർ ഇല്ലാത്ത സെല്ലുകളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവർ സെൽ തിയറിയിൽ നിന്ന് ഡീവിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ റൈസോപ്പസ്, അതൊരു ഫംഗസ് ആണ്. അപ്പൊ ആ ഫംഗസിനും എന്തില്ല? അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒരു സെല്ലിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇത് സെൽ തിയറിക്ക് എതിരാണ്. അപ്പൊ എക്സെപ്ഷൻ ടു ദ സെൽ തിയറിയാണ്. ഓക്കെ, ഇതാണ് സെൽ തിയറിക്ക് എതിരായ കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് മക്കളെ അൻ ഓവർവ്യൂ ഓഫ് സെല്ലിലേക്കാണ്.
സെല്ലിനെ കുറിച്ച് നമ്മളൊരു ഓവർവ്യൂ നടത്തുകയാണ്. ലോകത്ത് എത്ര ടൈപ്പ് സെല്ലുകളുണ്ട്, അവരുടെ ഷേപ്പ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം an overview of cell. മക്കളെ, ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സെല്ലിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് എന്താണ്? ഒരു സെല്ലിന്റെ ഷേപ്പ് ശരിക്കും തീരുമാനിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻ ആണ്. The shape of the cell depend on its function. വളരെയധികം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെക്കേണ്ടുന്ന ഒരു സെന്റൻസ് ആണിത്. ദ ഷേപ്പ് ഓഫ് ദ സെൽ ഈസ് ഡിപ്പെൻഡ് ഓൺ ഫംഗ്ഷൻ. ഒരു സെല്ലിന്റെ ഷേപ്പ് തീരുമാനിക്കുന്ന ആ സെല്ലിന്റെ ഫംഗ്ഷൻ ആണ്. ഇത് പ്രകാരം സെല്ലുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫിക്സഡ് ഷേപ്പ് ഉള്ള സെല്ലുകളെന്നും നോട്ട് ഫിക്സഡ് ഷേപ്പ് ഉള്ള സെല്ലുകളെന്നും. ഷേപ്പ് ഫിക്സഡ് അല്ലാത്ത സെല്ലുകളും ഉണ്ട്, ഷേപ്പ് ഫിക്സഡ് ആയ സെല്ലുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നോക്ക്, ഷേപ്പ് നോട്ട് ഫിക്സഡ് ആയിട്ടുള്ള സെല്ലുകളാണ് അമീബ, WBC മുതലായവ. ഇവരുടെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഫിക്സഡ്, നമുക്ക് ഇപ്പൊ അമീബയെ പറയണം, അമീബയ്ക്ക് എന്ത് ഷേപ്പാണോ, ഓവൽ ഷേപ്പാണോ, റൗണ്ട് ഷേപ്പ്, ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ആ സമയത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ സമയത്ത് മൂവ് ചെയ്യേണ്ട ഭാഗത്തിനൊക്കെ അനുസരിച്ച് അതിന്റെ ഷേപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെയാണ് നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന WBCക്കും ഫിക്സഡ് ഷേപ്പ് ഇല്ല. അപ്പോ ശരീരത്ത് ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്ത രണ്ട് സെല്ലുകളാണ്, ഒന്ന് അമീബയും മറ്റൊന്ന് WBC. ഇനി അതേപോലെ ശരീരത്ത് ഫിക്സഡ് ഷേപ്പ് ഉള്ള സെല്ലുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ന്യൂറോണിന്റെ ഷേപ്പ് എന്തുവാ? ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചഡ് സെല്ലുകളാണ്. ഇങ്ങനെ നമുക്ക് കുറച്ച് സെല്ലുകളുടെ ഷേപ്പ് പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഒരു ടേബിൾ ആയിട്ട് നമ്മൾ പഠിക്കും, ഡയഗ്രാം നോക്കി പഠിക്കും, അതേപോലെ ടേബിളും നമ്മൾ പഠിക്കും. നോക്ക്, അപ്പോൾ കൃത്യമായ ഒരു ഫിക്സഡ് ആയ ഷേപ്പ് ഉള്ള സെല്ലുകളാണ് ഫിക്സഡ് ഷേപ്പ് ഉള്ള സെല്ലുകൾ. അതിന് എക്സാമ്പിൾ ഒന്ന് ന്യൂറോൺ, ഇലോങ്ങേറ്റഡ് ബ്രാഞ്ചഡ് സെല്ലുകളാണ്. RBC ബൈകോൺകേവ് റൗണ്ട് ഷേപ്പാണ്. അപ്പൊ നമ്മൾ RBC നോക്കുന്ന സമയത്ത് RBCക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ്. ഇതൊരു ബൈകോൺകേവ്, ഉള്ളിലേക്ക് മടങ്ങിയ ഷേപ്പാണ്. നമ്മുടെ പോപ്പിൻസിന്റെ മിഠായിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പോപ്പിൻസിന്റെ മിഠായി കുറച്ചുകൂടെ കനം കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ താഴ്ന്നിരിക്കും അല്ലേ? മേല് നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് താഴേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് സൈഡും റൗണ്ട് ആണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഷേപ്പാണ് ബൈകോൺകേവ് റൗണ്ട് ഷേപ്പ്. അപ്പൊ അതാണ് ആരുടെ ഷേപ്പ്? RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ഷേപ്പ് ഉള്ളവരും ഉണ്ട്, നോട്ട് ഫിക്സഡ് ഷേപ്പ് ഉള്ളവരും ഉണ്ട്. ഇനി താണ്ടെ സെല്ലും അതിന്റെ ഷേപ്പും നിങ്ങൾ ഇതൊന്ന് എഴുതി സൂക്ഷിച്ചോണം. നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഇതൊന്ന് എഴുതി സൂക്ഷിച്ചോണം. സാറേ ലെക്ചർ കഴിയുമ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ ഇതിന്റെ ഫ്ലാഷ് കാർഡ്, ഇതിന്റെ ഷോർട്ട് നോട്ട് ഫ്ലാഷ് കാർഡ് ഇത് ഷെയർ ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ബയോളജിയുടെ നോട്ട്സ് അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് നോട്ടാണോ, ഏത് ഫ്ലാഷ് കാർഡാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏതിന്റെ മൈൻഡ് മാപ്പ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ആ ഗ്രൂപ്പിലാണെങ്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, വാ. അപ്പോ സെല്ലും അതിന്റെ ഷേപ്പും നോക്ക്. RBCയുടെ ഷേപ്പ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. RBCക്ക് എന്ത് ഷേപ്പാ? റൗണ്ട് ആൻഡ് ബൈകോൺകേവ് ഷേപ്പാണ്. RBCക്ക് എന്ത് ഷേപ്പാ? റൗണ്ട് ആണ്, ബൈകോൺകേവ് ആണ്. മുകളിലും താഴേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഷേപ്പാണ്. താഴേക്ക് മടങ്ങിയിരിക്കുന്ന ഷേപ്പാണ് ആർക്കുള്ളത്? RBCക്കുള്ളത്. അതുപോലെ WBC സെല്ലുകൾക്ക് അമീബോയിഡ് ഷേപ്പാണ്. WBC സെല്ലുകളുടെ ഷേപ്പ് എന്തുവാ? അമീബോയിഡ് ഷേപ്പ്. അമീബോയിഡ് എന്ന് വെച്ചാൽ അമീബയെ പോലെ വേരിയിങ് ഷേപ്പ്. അമീബോയിഡ് മീൻസ് വേരിയിങ് ഷേപ്പാണ്. വേരിയിങ് ആയിട്ടുള്ള ഷേപ്പാണ്. അത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ദെൻ അടുത്തത് കോളുംനാർ എപ്പിത്തീലിയൽ സെൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഈ ഒരു ഡയഗ്രത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. നോക്ക്, റെഡ് ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ്, വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ്. ഇതാ കോളുംനാർ എപ്പിത്തീലിയൽ സെൽ. എന്താ അതിന്റെ ഷേപ്പ്? ലോങ് ആൻഡ് നാരോ. Columnar epithelial cells are long and narrow. Then nerve സെല്ലുകൾ branched and long. തിരിച്ചും പറയാം, long and branched. വളരെ നീളം കൂടിയ, നമ്മുടെ ശരീരത്തിൽ തന്നെ നീളം കൂടിയ സെല്ലുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ് ആര്? നെർവ് സെൽ. അപ്പൊ നെർവ് സെൽ ബ്രാഞ്ച്ഡ് ആൻഡ് ലോങ് ആണ്. അതുപോലെ ട്രക്കീഡുകൾ. ആരായി ട്രക്കീഡുകൾ? സൈലത്തിന്റെ ട്രക്കീഡുകൾ. കണ്ടോ, സൈലത്തിന്റെ ട്രക്കീഡുകൾ, ദാറ്റ് ഈസ് ഇലോങ്ങേറ്റഡ് സെല്ലുകളാണ്. സൈലത്തിന്റെ ട്രക്കീഡുകൾ ഇലോങ്ങേറ്റഡ് സെല്ലുകളാണ്. ഇനി മീസോഫിൽ സെൽസ് നമ്മുടെ ഇലകളുടെ ഗ്രൗണ്ട് ടിഷ്യൂനെയാണ് അല്ലെ, ലീഫിന്റെ ഗ്രൗണ്ട് ടിഷ്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീസോഫിൽ എന്ന് വിളിക്കുന്നത്. മീസോഫിലിന്റെ ഷേപ്പ് എന്താ? റൗണ്ട് ആൻഡ് ഓവൽ ആണ്. റൗണ്ട് ഷേപ്പിലും കാണാം, ഓവൽ ഷേപ്പിലും കാണാം. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങളാണെങ്കിൽ ബുക്കിലേക്ക് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഈ ഡയഗ്രംസ് നിങ്ങൾ നോക്കുക. ഈ ഡയഗ്രത്തിൽ നിന്ന് സാർ ഉണ്ടാക്കിയ ഒരു ടേബിളാണിത്. നോട്ട്സ് ഷെയർ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചെടുക്കാം, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് വരച്ചെടുത്ത് വെച്ചോളാം. ഈ ഒരു ടേബിൾ വരച്ചെടുത്ത് വെച്ചോളാം. സാർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരം ടേബിളുകളെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം ടേബിളുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ ഈ ഡയഗ്രം നോക്കിക്കോളുക. RBCയുടെ ഷേപ്പ്, WBCയുടെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഷേപ്പ് അവര് ഡയഗ്രം കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ലോങ് ആൻഡ് നാരോ എന്നതുകൊണ്ട് കോളുംനാർ എപ്പിത്തീലിയൽ സെൽ അവര് റിയലി വരച്ചിരിക്കുകയാണ്. ഇനി നെർവ് സെല്ല് ബ്രാഞ്ച്ഡ് ആണ്, ലോങ് ആണ്.
ട്രക്കീഡ് ഇലോങ്ങേറ്റഡ് ആണ്, മീസോഫിൽ സെൽസ് റൗണ്ടും ഓവലുമാണ്. ഇതെല്ലാം പിക്ചറൽ റെപ്രസെന്റേഷൻ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഈ ഡയഗ്രാം ഫിഗർ 8.1 നിങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. നോക്ക്, ലോകത്തിലെ ഏറ്റവും ചെറിയ സെൽ, ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽ ഇൻ ദ വേൾഡ്, നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലൊക്കെ പഠിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ലാണ് മൈക്കോപ്ലാസ്മ, അഥവാ അതിനെ നമ്മൾ PPLO എന്ന് വിളിക്കും. PPLO എന്താണ്? ഈ PPLOയുടെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ലൈക്ക് ഓർഗാനിസം എന്നാണ് ആരുടെ ഫുൾ ഫോം? PPLOയുടെ ഫുൾ ഫോം. മൈക്കോപ്ലാസ്മയുടെ വേറൊരു പേര്. ഈ മൈക്കോപ്ലാസ്മ ആദ്യമായിട്ട് കണ്ടെത്തുന്ന സമയത്ത് അതിന്റെ പേരാണ് PPLO, പ്ലൂറോ ലൈക്ക് ഓർഗാനിസം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സെല്ലാണ് ഈ മൈക്കോപ്ലാസ്മ. ദെൻ അടുത്തതാണ് ഓസ്ട്രിച്ചിന്റെ എഗ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെല്ലാണ് ആരെന്ന് പറയുന്നത്, ലാർജസ്റ്റ് സെല്ലാണ് ആരെന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ്, ഒട്ടകപക്ഷിയുടെ മുട്ട. ഇനി ലോങ്സ്റ്റ് സെൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സെൽ, ഹ്യൂമൻ ബോഡിയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സെൽ ന്യൂറോൺ ഓഫ് ബ്ലൂ വെയിൽ ആണ്. നീലത്തിമിംഗലത്തിന്റെ ന്യൂറോൺ ആണ് ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ. എഴുതി വെച്ചേക്കാ. ലോകത്തിലെ ഏറ്റവും ചെറിയ സെൽ മൈക്കോപ്ലാസ്മ അഥവാ PPLO, പ്ലൂറോ ലൈക്ക് ഓർഗാനിസം. ലോകത്തിലെ ഏറ്റവും വലിയ സെൽ ഓസ്ട്രിച്ചിന്റെ എഗ്. ഇനി ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ, ഏറ്റവും വലിയ സെൽ ന്യൂറോൺ ഓഫ് ബ്ലൂ വെയിലിന്റെ നീലത്തിമിംഗലത്തിന്റെ ന്യൂറോൺ ആണ്. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് അബൌട്ട് 10 to 30 മീറ്റർ. 10 മുതൽ 30 വരെ മീറ്റർ ആണ് ഒരു ബ്ലൂ വെയിലിന്റെ ന്യൂറോണിന്റെ നീളം. അതാണ് ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സെൽ. ഇനി ഓരോ സെല്ലുകളും അതിന്റെ സൈസസ്. ഓക്കെ, നേരത്തെ നമ്മൾ സെല്ലും അതിന്റെ ഷേപ്പും വെച്ച ടേബിൾ പഠിച്ചു. ഈ ടേബിൾ നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ടേബിൾ ആണ് സെല്ലും അതിന്റെ സൈസ്. നോക്ക്, ചില സെല്ലുകൾക്കൊക്കെ ഡയഗ്രത്തിൽ ഒരു സൈസും അവർ എഴുതിയിട്ടുണ്ട്, നരേഷൻ അവർ എഴുതിയിരിക്കുന്ന തിയറിയിൽ വേറൊരു സൈസും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഈ ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണം, ഇത് രണ്ടും വേണം. ചിലപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ കാണും. ഓക്കെ മക്കളെ, ഇത് ആദ്യം തന്നെ മൈക്കോപ്ലാസ്മ അഥവാ PPLO. ഈ PPLOയുടെ സൈസിനെ കുറിച്ച് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ, ടെക്സ്റ്റ് ബുക്കിലെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് 0.3 മൈക്രോമീറ്റർ എന്നാണ്. 0.3. എന്നാൽ ഇതേ സമയം ഈ ഒരു ഡയഗ്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു ഡയഗ്രാം, ഈ ഡയഗ്രത്തിൽ 0.1 മൈക്രോമീറ്റർ എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഈ ഡയഗ്രത്തിനകത്തുള്ള സൈസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ തരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറിപ്പോകരുത്. നമ്മൾ ഇത് രണ്ടും എഴുതി സൂക്ഷിക്കുക. നിങ്ങൾ ടേബിളിൽ ഇത് രണ്ടും എഴുതി സൂക്ഷിക്കുക. ഓപ്ഷനകത്ത് 0.3 ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി പറഞ്ഞോ 0.3, 0.1 ഉണ്ടെങ്കിലും കണ്ണും പൂട്ടി പറഞ്ഞോ. അത് രണ്ട് NCERT-ലുള്ളതാണ്. എന്തായാലും ഇത് രണ്ടും കൂടെ ഓപ്ഷനിൽ വരത്തില്ല. 0.3-ഉം 0.1-ഉം കൂടെ എന്തായാലും ഓപ്ഷനിൽ വരത്തില്ല. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ മക്കളെ, അപ്പോ മൈക്കോപ്ലാസ്മ അഥവാ PPLOയുടെ സൈസ് എത്രയാണ്? 0.3 അല്ലെങ്കിൽ 0.1 മൈക്രോമീറ്റർ. ഇനി വൈറസിന്റെ സൈസ് 0.02 to 0.2 മൈക്രോമീറ്റർ. 0.02 to 0.2 മൈക്രോമീറ്റർ. ഇനി ബാക്ടീരിയൽ സെല്ലിലേക്ക് വരുമ്പോൾ 3 to 5. ഇത് സെല്ലല്ല, വൈറസ് സെല്ലല്ല, അത് എപ്പോഴും ഓർത്തോണം, അതൊരു പാർട്ടിക്കിൾ ആണ്, ഒരു എസെല്ലുലാർ പാർട്ടിക്കിൾ ആണ്. ഇനി ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ ബാക്ടീരിയ എത്ര? ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് 3 to 5 മൈക്രോമീറ്റർ എന്നും പറയുന്നുണ്ട്, 1 to 2 മൈക്രോമീറ്റർ എന്നും പറയുന്നുണ്ട്. അതെ, ഇവിടെ ഒരു ടിപ്പിക്കൽ ബാക്ടീരിയൽ സെല്ല് കാണിച്ചിട്ട് 1 to 2 എന്നാണ് പറയുന്നത്, 1 to 2 മൈക്രോമീറ്റർ എന്നാണ് പറയുന്നത്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ തിയറിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ബാക്ടീരിയയുടെ വലിപ്പമായിട്ട് 3 to 5 മൈക്രോമീറ്റർ എന്ന് പറയുന്നുണ്ട്. രണ്ടും നിങ്ങൾ ടേബിളിൽ അത് എഴുതണം. ബാക്ടീരിയയുടെ വലിപ്പം സൈസ് ആയിട്ട് പറയുന്ന 3 to 5 മൈക്രോമീറ്ററും 1 to 2 മൈക്രോമീറ്ററും. ഇനി RBCയുടെ സൈസ് എത്രയാ? 7 മൈക്രോമീറ്റർ ആണ്. 7 മൈക്രോമീറ്റർ. ദെൻ എ ടിപ്പിക്കൽ യൂകാരിയോട്ടിക് സെൽ, ഒരു യൂകാരിയോട്ടിക് സെൽ, ഒരു ടിപ്പിക്കൽ യൂകാരിയോട്ടിക് സെല്ലിന്റെ വലിപ്പം എന്ന് പറയുന്നത് 10 to 20 മൈക്രോമീറ്റർ ആണ്. 10 to 20 മൈക്രോമീറ്റർ. എങ്കിൽ ഇവരുടെ സൈസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഒന്ന് പറഞ്ഞ്, ഏറ്റവും ചെറിയവനെ ആദ്യം ഒന്ന് പറഞ്ഞ്. ഏറ്റവും ചെറുത് ആരാ മക്കളെ? ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ചെറുതാരാ? വൈറസ് ആണ്. ഏറ്റവും ചെറുത് വൈറസ് ആണ്. ചിലപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറയും വൈറസ് ഈസ് ലെസ് ദാൻ. ഓക്കെ, അടുത്ത വരുന്ന ആരാ? വൈറസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വരുന്ന ആരാ? PPLO അഥവാ മൈക്കോപ്ലാസ്മ. PPLO ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്ന ആരാ? നോക്ക്, അപ്പൊ വൈറസ് കഴിഞ്ഞു, PPLO കഴിഞ്ഞു. ഇനി അതിൽ കൂടിയത് ആരാ? ബാക്ടീരിയൽ സെൽ അഥവാ പ്രോകാരിയോട്ടിക് സെൽ. ബാക്ടീരിയൽ സെൽ. ഇനി അതിൽ വലിപ്പമുള്ളത് ആരാ? ബാക്ടീരിയ കാട്ടി കുറച്ചുകൂടെ വലിപ്പം വരുന്ന ആർക്കാ? RBCക്ക്, മനുഷ്യന്റെ RBCക്ക്. ഇനി മനുഷ്യന്റെ RBCയെ കാട്ടി വലുതാണ് ഒരു ടിപ്പിക്കൽ യൂകാരിയോട്ടിക് സെൽ.
സെൽ, ഒരു ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെൽ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇതിന്റെ ഇൻക്രീസിങ് സൈസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. വൈറസ്, അത് കഴിഞ്ഞ് PPLO, അത് കഴിഞ്ഞ് ബാക്ടീരിയൽ സെൽ, അത് കഴിഞ്ഞ് RBC, അത് കഴിഞ്ഞ് ആരാണ് ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെൽ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട്, ഈ ഒരു സൈസ് കാണിച്ചിരിക്കുന്നത് വെച്ചിട്ട് നമ്മളൊരു ഇൻക്രീസിങ് ഓർഡർ ഉണ്ടാക്കിയതാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എഴുതി സൂക്ഷിച്ചോളാം. ആ ഷോർട്ട് നോട്ട് എഴുതുന്ന ബുക്കിൽ എഴുതി സൂക്ഷിച്ചോളാം. ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തേ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ മാസ്റ്റർ ക്ലാസ് കണ്ടു തീരുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക്കിലും പക്കയായിരിക്കും എന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റും. കാര്യം നമ്മൾ NCERT-യിൽ ഒരു വാക്ക് പോലും മിസ് ചെയ്ത് പഠിക്കത്തില്ല. NCERT-യിൽ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെ അതിനെ കീറി മുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് പഠിച്ചേ മുമ്പോട്ട് പോവുള്ളൂ. ഓക്കെ മക്കളെ? അപ്പോൾ വന്നോ. അപ്പോൾ സെല്ലും അതിന്റെ സൈസും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി അടുത്തത് ഈ ഒരു ഡയഗ്രം നോക്കുക. ഇവിടെ യൂക്കാരിയോട്ടിക് സെല്ല് കാണിച്ചിട്ടുണ്ട്, ബാക്ടീരിയ കാണിച്ചിട്ടുണ്ട്, PPLO കാണിച്ചിട്ടുണ്ട്, വൈറസ് കാണിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ സൈസസ് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ തിയറിയിലും എഴുതിയിട്ടുണ്ട് ഇവയുടെ സൈസ്. അതിൽ വേരിയബിൾ ആയിട്ട് കണ്ട സാധനങ്ങൾ സാർ അത് രണ്ടും ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എഴുതിയെടുത്തോളാം. ഓക്കെ. ദെൻ അടുത്തത് മനുഷ്യന്റെ ബോഡിയിലെ ചില കാര്യങ്ങൾ പറയുകയാണ്. മനുഷ്യന്റെ ബോഡിയിൽ നോക്കിയാൽ, ഹ്യൂമൻ ബോഡിയിൽ നോക്കിയാൽ ലോങ്ങസ്റ്റ് സെല്ല് ന്യൂറോൺ ആണ്. മനുഷ്യന്റെ ബോഡിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ആരാ? ന്യൂറോൺ ആണ്. എത്രയാണ് അതിന്റെ വലിപ്പം? 19 സെന്റിമീറ്റർ ആണ്. ഏകദേശം ഒരു ന്യൂറോണിന്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് ആണ് പറഞ്ഞത് 19 സെന്റിമീറ്റർ. 19 സെന്റിമീറ്ററോളം നീളം കാണും നമ്മുടെ ശരീരത്തിലെ ഒരു ന്യൂറോണിന്. ഇനി ലാർജസ്റ്റ് സെൽ മനുഷ്യന്റെ ശരീരത്ത് എഗ് സെല്ലാണ്. ഓസ്ട്രിച്ചിന്റെ എഗ് എന്നൊന്നും പറയരുത്. കാര്യം മനുഷ്യന്റെ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്, ഹ്യൂമൻ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ബോഡിയിലെ ലാർജസ്റ്റ് സെൽ ഏതാണ്? എഗ് സെൽ. ഫീമെയിൽസിലെ എഗ് സെല്ലാണ് മനുഷ്യന്റെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് സെൽ. ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാ? മെയിൽസിന്റെ ബോഡിയിലെ സ്പേം ആണ് ഏറ്റവും സ്മോളസ്റ്റ് സെൽ. ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കുക. ലോങ്ങസ്റ്റ് സെല്ല് ന്യൂറോൺ, ദാറ്റ് ഈസ് അബൌട്ട് 19 സെന്റിമീറ്റർ. ലാർജസ്റ്റ് സെൽ എഗ് സെല്ല്, സ്മോളസ്റ്റ് സെല്ല് സ്പേം. ഓക്കെ, ഇത് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി മക്കളെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്, അഥവാ പ്രോക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്യാരിയോട്ടിക് സെൽ. ഇപ്പോൾ സാറാണെങ്കിൽ ടേബിൾ നിങ്ങളെ പഠിപ്പിക്കും. നിരവധി വർഷങ്ങളിൽ നിങ്ങളിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു 5 years 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് PYQ 5 വർഷത്തെ PYQ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ ഈ പറയുന്ന പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചിട്ടുണ്ട്. സാർ അതുകൊണ്ട് ഇതിനെ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ടേബിൾ ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ ഫ്ലാഷ് കാർഡ് ആയിട്ട് അയച്ചു തരും. അപ്പോൾ അതൊന്നുകിൽ നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചോളാം, ആ മെസ്സേജ് സ്റ്റാർ ചെയ്ത് വെച്ചോളാം, ഇല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചോളാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്ത് വെക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നോട്ട്ബുക്കിൽ ഈ ഒരു ടേബിൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടേബിൾ കോപ്പി ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് റിവിഷൻ്റെ സമയത്ത്, നമ്മുടെ മേജർ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കും. ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണ് സാർ പറയുന്നത്. ഓക്കെ, നമുക്കെങ്കിൽ ടേബിളിലോട്ട് നോക്കാം. മക്കളെ, ടേബിളിൽ എന്തൊക്കെയുണ്ട്? ടേബിളിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അതേപോലെ പ്രോക്യാരിയോട്ടിക് സെൽ, ആ ഓരോ ക്യാരക്ടറിലും പ്രോക്യാരിയോട്ടിക് സെൽ എങ്ങനെയാണ്, യൂക്യാരിയോട്ടിക് സെൽ എങ്ങനെയാണ്. ഇതാണ് ഈ ഒരു ടേബിളിനകത്ത് കണ്ടന്റ്. ഇത് കുറേ അധികം കോളങ്ങളുണ്ട്. ഈ ഒരു പേജ് ഉണ്ട്, ഈ ഒരു പേജ് ഉണ്ട്, ഈ ഒരു പേജ് ഉണ്ട്. ഇത് മൂന്നും ആകുമ്പോഴത്തേക്ക് തീരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇതിവിടെ പഠിച്ച നമ്മുടെ ഫസ്റ്റ് ലെക്ചർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് സമയം കളയേണ്ടതാ നോക്കാം. ക്യാരക്ടേഴ്സ്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് സെല്ല് യൂക്യാരിയോട്ടിക് സെല്ല് നമ്മൾ പരിശോധിക്കുകയാണ്. ന്യൂക്ലിയസ് നോക്കുകയാണ്. ന്യൂക്ലിയസ് പ്രോക്യാരിയോട്ടിക് സെല്ലിൽ നിങ്ങൾ നോക്കിയാൽ നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. കാരണം നമുക്ക് കുഞ്ഞു ക്ലാസ് മുതലേ അറിയാം എന്താ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ദ സെൽ വിച്ച് ഡു നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഓർ എ മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനല്ലേ. ഒരു സെല്ലിനകത്ത് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനല്ലെയും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ആബ്സെന്റ് ആണെങ്കിൽ ആ സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോക്യാരിയോട്ടിക് സെൽ. അപ്പൊ നമുക്ക് സംശയമില്ലാതെ പറയാം, ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിൽ എന്ത് കാണില്ല? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണില്ല. എന്നാൽ ഇതേസമയം യൂക്യാരിയോട്ടിക് സെല്ലിൽ നോക്കിയേ, there is well defined nucleus is present. അവിടെ എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഇവിടെ ന്യൂക്ലിയസിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ന്യൂക്ലിയസിനകത്ത് കാണുന്ന സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോലസ്. പ്രോക്യാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയോലസും ആബ്സെന്റ് ആണ്. കാര്യം ന്യൂക്ലിയസ് ആബ്സെന്റ് ആണെങ്കിൽ പിന്നെ അതിനകത്തുള്ള എല്ലാ സബ്സ്റ്റൻസുകളും ആബ്സെന്റ് ആയിരിക്കും അല്ലെ? ന്യൂക്ലിയോലസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ അവിടെ കാണുള്ളൂ, ന്യൂക്ലിയോലസ് ആബ്സെന്റ്. എന്നാൽ യൂക്യാരിയോട്ടിക് സെല്ലിൽ എന്ത് പ്രസന്റ് ആണ്? ന്യൂക്ലിയോലസ് പ്രസന്റ് ആണ്.
ഇനി പ്രോകാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോൾ സർക്കുലാർ നേക്കഡ് DNA. സർക്കുലാർ DNA ആണ്, അത് നേക്കഡുമാണ്. എന്താ മക്കളെ നേക്കഡ് എന്ന് പറഞ്ഞത്? അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ല, കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ അവിടെ നേക്കഡ് ആണ്, DNA അവിടെ നേക്കഡ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ സർക്കുലാർ നേക്കഡ് DNA. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിലാണെങ്കിലോ ലീനിയർ DNA ആണ്, അത് കവേർഡുമാണ്. എന്തുപയോഗിച്ച് കവേർഡാ? ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് എന്തുവാണ്? കവേർഡുമാണ്. ഇനി നേരെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇവിടെ ആബ്സെന്റ് ആണ്. നമ്മൾ DNA പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ആ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എവിടെ ആബ്സെന്റ് ആണ്? പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ എന്ത് പ്രസന്റ് ആണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്രസന്റ് ആണ്. അപ്പൊ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ഡിഫറൻസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട് പ്രോകാരിയോട്ടിക് സെല്ലിലും യൂകാരിയോട്ടിക് സെല്ലിലും നോക്കുമ്പോൾ പ്രോകാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ന്യൂക്ലിയോലസ് പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്. ഇവിടെയുള്ളത് സർക്കുലാർ നേക്കഡ് DNA ആണ്, അവിടെ ലീനിയർ കവേർഡ് DNA ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള DNA ആണ്. ഇനി ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്. ഇനി സെല്ലിന്റെ സൈസിലേക്ക് വരുന്ന സമയത്ത് ഒരു ടിപ്പിക്കൽ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 to 2 മൈക്രോമീറ്റർ ആണ്. 1 to 2 മൈക്രോമീറ്റർ ഒരു ആവറേജ് ആണ് പറയുന്നത്. ചില ബാക്ടീരിയകൾക്ക് അതിൽ കൂടുതലൊക്കെ വരാം. കാരണം നമ്മൾ നേരത്തെ തന്നെ സൈസ് പഠിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ച് ഓർക്കുന്നുണ്ടാവും. അതാണ്ട് സൈസ് നമ്മൾ പഠിച്ച സമയത്ത് അവിടെ ബാക്ടീരിയയുടെ സൈസ് നമ്മൾ പഠിച്ചപ്പോൾ 3 to 5 നമ്മളിവിടെ പറഞ്ഞായിരുന്നു. അത് ചില ബാക്ടീരിയകൾക്കാണ്, നിങ്ങളുടെ തിയറി പോർഷനിൽ അത് എഴുതിയിട്ടുണ്ട്, അത് കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സൈസ് 1 to 2 മൈക്രോമീറ്റർ വരെയാണ്. യൂകാരിയോട്ടിക് സെല്ലിൽ ലാർജ് വലുതായിരിക്കും, 10 to 20 മൈക്രോമീറ്റർ വരെ യൂകാരിയോട്ടിക് സെല്ല് വരാറുണ്ട്. യൂകാരിയോട്ടിക് സെല്ലിന്റെ സൈസ് 10 to 20, ഒരു ആവറേജ് 10 to 20 മൈക്രോമീറ്റർ വരെ സൈസ് വരാറുണ്ട്. ഇനി സെൽവാൾ നോക്കുകയാണ്, പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സെൽവാൾ നോക്കിയാൽ അത് പ്രസന്റ് ആണ്. ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. അവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ. ഇവിടെ നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ആണ് കേട്ടോ. ആ ബാക്ടീരിയയുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ പേരാണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഇനി യൂകാരിയോട്ടിക് സെല്ല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരം മെറ്റീരിയൽ ഉപയോഗിച്ച് സെൽവാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലാന്റ് സെല്ലാവുമ്പോൾ സെല്ലുലോസ്, ഫംഗൽ സെല്ലാവുമ്പോൾ കൈറ്റിൻ, അനിമൽ സെല്ലാവുമ്പോൾ സെൽവാൾ ആബ്സെന്റ് ആണ്. ഓക്കെ, അത് ഓർക്കുക, അനിമൽ സെൽ സെൽവാൾ ആബ്സെന്റ് ആണ്. എന്നാൽ പ്ലാന്റ് സെൽ സെല്ലുലോസ് ആണ്, ഫംഗൽ സെൽ കൈറ്റിൻ ആണ്. ഇനി എല്ലാ പ്രോകാരിയോട്ടിക് സെല്ലും സെൽവാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് സെല്ലിൽ എന്ത് ആബ്സെന്റ് ആണ്? സെൽവാൾ ആബ്സെന്റ് ആണ് കേട്ടോ. ഇവിടെയും സെൽവാൾ ഇല്ലാത്തവരുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, സെൽവാൾ ഇല്ലാത്ത ഒരാൾക്ക് എക്സാമ്പിൾ ആണ് മൈക്കോപ്ലാസ്മ. എന്നാൽ അപ്പുറത്ത് സെൽവാൾ ഇല്ലാത്ത ഒരാൾക്ക് എക്സാമ്പിൾ ആണ് അനിമൽ സെൽസ്. ഓക്കെ, ഇനി പ്ലാസ്മ മെംബ്രെയിൻ നോക്കുകയാണ്. പ്ലാസ്മ മെംബ്രെയിൻ അവരിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിന്റെ കാര്യത്തിൽ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ പ്രോകാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ റെസ്പിറേറ്ററി എൻസൈംസ് ഉണ്ട്. പ്രോകാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ട്? റെസ്പിറേറ്ററി എൻസൈംസ് ഉണ്ട്. എന്നാൽ യൂകാരിയോട്ടിക് സെൽ ലാക്ക് റെസ്പിറേറ്ററി എൻസൈംസ്. യൂകാരിയോട്ടിക് സെല്ലിൽ എന്തില്ല? റെസ്പിറേറ്ററി എൻസൈംസ് ഇല്ല, ലാക്ക് ആണ്, ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പോ പ്രോകാരിയോട്ടിക് സെൽ റെസ്പിറേറ്ററി എൻസൈംസ് പ്രസന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ ലാക്ക് റെസ്പിറേറ്ററി എൻസൈംസ് ആബ്സെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കുകയാണ് ഫോട്ടോസിന്തസിന്റെ കാര്യം നോക്കുകയാണ്. ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ കോപ്പി ഡൗൺ ചെയ്യണേ, നിങ്ങളുടെ ഷോർട്ട് നോട്ടിനകത്തോട്ട് വരച്ചു വെക്കണേ, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ് നോക്കി നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് വീണ്ടും വരികയാണ്. ഫോട്ടോസിന്തസിസ്. പ്രോകാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ നമുക്കറിയാം അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഒന്നും ഇല്ല, അല്ലെ? മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പൊ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എവിടെയാണ്? ക്രോമോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രോമാറ്റോഫോർ. ക്രോമോപ്ലാസ്റ്റ് എന്നതിന് പകരം അതൊരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് സാറാണെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതങ്ങ് പോട്ടെ. ക്രോമോപ്ലാസ്റ്റ് അല്ല, പകരം ക്രോമാറ്റോഫോർ. ഇതിനെ ക്രോമോഫോർ എന്നും ആളുകൾ പറയാറുണ്ട്. അപ്പൊ ക്രോമാറ്റോഫോറുകളുടെ ഉള്ളിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ആരില്ല? പ്രോകാരിയോട്ടിക് സെല്ല്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ല് വരുമ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടക്കുന്നത് യൂകാരിയോട്ടിക് സെല്ലിൽ. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലിൽ ക്രോമാറ്റോഫോർ അല്ലെങ്കിൽ ക്രോമോഫോർസ്, യൂകാരിയോട്ടിക് സെല്ലാവുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ക്രോമാറ്റോഫോർസ് എന്നാണ്. ഇനി സെൽ ഓർഗനൽസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഓൺലി മെംബ്രെയിൻലെസ് ഓർഗനൽസ് ആർ പ്രസന്റ്. പ്രോകാരിയോട്ടിക് സെല്ലിൽ നമുക്കറിയാം മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് എല്ലാം ആബ്സെന്റ് ആയിരിക്കും. മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് മാത്രമേ പ്രോകാരിയോട്ടിക് സെൽ കാണൂ. ഫോർ എക്സാമ്പിൾ റൈബോസോംസ്.
റൈബോസോംസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ലാത്തൊരു സെൽ ഓർഗനിലാണ്. പിന്നീട് നമ്മൾ പഠിക്കും, ഒരുപാട് നിരവധി വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്, പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും ഒരുപോലെ കാണപ്പെടുന്ന സെൽ ഓർഗനിൽ ഏതാണ്? ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളതായിരിക്കും. റൈബോസോം ആണ്. ഇത് പ്രോകാരിയോട്ടിക് സെല്ലും ഉണ്ട്, യൂകാരിയോട്ടിക് സെല്ലും ഉണ്ട്. കാരണം എന്താ? അത് മെംബ്രെയിൻ കൊണ്ട് കവേർഡ് അല്ല, അതുകൊണ്ട് അതിന് പ്രോകാരിയോട്ടിക് സെല്ലും കാണാം. ഇനി യൂകാരിയോട്ടിക് സെൽ നോക്കുകയാണെങ്കിൽ ബോത്ത് മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് മെംബ്രെയിൻ ലെസ് ഓർഗനൽസ് ആർ പ്രസന്റ്. അവിടെ നോക്കുമ്പോൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് കാണാം, മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് എവിടെ കാണാം? യൂകാരിയോട്ടിക് സെല്ലിൽ കാണാം. ഇനി നേരെ ഗ്യാസ് വാക്യൂൾസ്. എന്നാൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രോകാരിയോട്ടിക് സെല്ലിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഗ്യാസ് വാക്യൂൾ പ്രസന്റ് ആണ്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ നിങ്ങൾ നോക്കുമ്പോൾ ഗ്യാസ് വാക്യൂൾസ് ആബ്സെന്റ് ആണ്. നോക്കിയോണേ. അപ്പോ ഗ്യാസ് വാക്യൂൾസ് പ്രോകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്. ഓർക്കുക, ഇത് എഴുതി വെച്ചോളാം. ഓക്കെ, പ്രോകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ്, യൂകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ്. ഇനി നേരെ നമ്മൾ സൈക്ലോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അഥവാ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. നിങ്ങൾക്കറിയാം, അമീബയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സൈറ്റോപ്ലാസം സ്ട്രീം ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ലേ? സൈറ്റോപ്ലാസം ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് സ്ട്രീം ചെയ്തിട്ടാണ് അതിന്റെ സെൽ ഇങ്ങനെ മൂവ് ചെയ്ത് ആ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പൊ ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്. എന്നാൽ അമീബയൊക്കെ യൂകാരിയോട്ട് അല്ലേ? അപ്പൊ യൂകാരിയോട്ടിക് സെല്ലിൽ അത് പ്രസന്റ് ആണ്. നോക്കണം. അപ്പോ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ്ങിനെ വിളിക്കുന്ന വേറെ പേരെന്താ? സൈക്ലോസിസ്. എഴുതി വെച്ചോളാം. അപ്പൊ സൈക്ലോസിസ് പ്രസന്റ് ആയിട്ടുള്ളത് യൂകാരിയോട്ടിക് സെല്ലിലും പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ്. അമീബയെ ആലോചിച്ചാൽ മതി. അമീബയിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് വഴിയാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുള്ളത് യൂകാരിയോട്ടിക് സെല്ലാണ്, പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്. ഓക്കെ മക്കളെ. ഇനി സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ, സെല്ലിന് ഷേപ്പ് കൊടുക്കുന്ന സ്ട്രക്ചറുകളാണ് സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ. നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് വരുമ്പോൾ പഠിക്കും. ഇതിപ്പോ നിങ്ങൾ ഈ ടേബിള് ബ്ലൈൻഡ് ആയിട്ട് കോപ്പി ഡൗൺ ചെയ്ത് വെക്കുക. സാർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് ലെക്ചർ 2-ലും ലെക്ചർ 3-ലും ഒക്കെ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നോക്കിയോ, സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ആർ ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിൽ അത് ആബ്സെന്റ് ആണ്, എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്. Cytoskeletal structures are present in absent in prokaryotic cell and eukaryotic cell അത് present ആണ്. ഇനി ഫ്ലജല്ല. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഫ്ലജല്ല സിമ്പിൾ ആണ്, എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിന്റെ ഫ്ലജല്ല കുറച്ച് കോംപ്ലക്സ് ആണ്. ഇവിടെ മൈക്രോ ട്യൂബ്യൂളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആ ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റും. പ്രോകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് സെല്ലിനകത്ത് ഫ്ലജല്ലർ മൈക്രോ ട്യൂബുലർ അറേഞ്ച്മെന്റിന് നമ്മൾ 9+2 അറേഞ്ച്മെന്റ് അഥവാ 9+2 അറേ എന്നാണ് വിളിക്കുന്നത് അല്ലേ? എന്നാൽ പ്രോകാരിയോട്ടിക് സെൽ വരുമ്പോൾ 9+2 അറേഞ്ച്മെന്റ് ഈസ് ആബ്സെന്റ്. 9+2 അറേഞ്ച്മെന്റ് ആബ്സെന്റ് ആണ്. ഇനി ഇവിടെ ഉണ്ടാക്കാൻ, ഈ ഫ്ലജല്ല ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫ്ലജല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. പ്രോകാരിയോട്ടിക് സെല്ലിൽ ദ ഫ്ലജല്ല ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലജല്ലിൻ, എന്നാൽ ഇൻ യൂകാരിയോട്ടിക് സെൽ ദ ഫ്ലജല്ല ഈസ് മേഡ് അപ്പ് ഓഫ് ട്യൂബുലിൻ. ഫ്ലജല്ല നിർമ്മിച്ചിരിക്കുന്നത് ട്യൂബുലിൻ കൊണ്ടാണ് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലജല്ലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്, ഫ്ലജല്ലിൻ. പ്ലാസ്മിഡ് നമുക്കറിയാം, എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ DNA പ്രസന്റ് ഇൻ എ പ്രോകാരിയോട്ടിക് സെൽ ഈസ് കാൾഡ് പ്ലാസ്മിഡ്. അതായത് ക്രോമസോമൽ DNA കൂടാതെ ഒരു എക്സ്ട്രാ DNA എവിടെ കാണും? നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ ഇപ്പോൾ അടുത്ത ലെക്ചറിൽ പഠിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിക്കും അവിടെ ഒരു പ്ലാസ്മിഡ് എന്ന് പറഞ്ഞൊരു സർക്കുലർ DNA ഉണ്ട്, അത് പ്രസന്റ് ആണ്. യൂകാരിയോട്ടിക് സെല്ലിൽ അത് ആബ്സെന്റ് ആണ്. അതുപോലെ സെൽ ഡിവിഷൻ ഇൻ പ്രോകാരിയോട്ടിക് സെൽ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. ഇറ്റ് ഈസ് അബൌട്ട് 20 to 60 minutes. 20 മുതൽ 60 മിനിറ്റ് വരെ എടുക്കത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? സെൽ ഡിവിഷന് വേണ്ടിയിട്ട്. എന്നാൽ ഇതേ സമയം യൂകാരിയോട്ടിക് സെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്ലോ. സെൽ ഡിവിഷൻ വളരെ പതുക്കെ, കാരണം ഈ ന്യൂക്ലിയസ് ഒക്കെ ഡിവൈഡ് ചെയ്യേണ്ടതുകൊണ്ട്. ഇവിടെ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ന്യൂക്ലിയസ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. 2 to 24 hours വരെ സെൽ ഡിവിഷന് വേണ്ടി ചെലവാകും. ആർക്കാണ്? യൂകാരിയോട്ടിക് സെല്ലിന്. ഇനി അതുപോലെ സെൻട്രിയോൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ സെൽ ഡിവിഷനൊക്കെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സെൻട്രിയോൾ. അപ്പൊ സെൻട്രിയോൾ പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇത്രയും ഇതൊരു വലിയ ടേബിൾ ആണ്. ഈ 3 പേജിലായിട്ട് കിടക്കുന്ന വലിയൊരു ടേബിൾ ആണിത്. അപ്പൊ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ ബുക്കിലേക്ക് കോപ്പി ഡൗൺ ചെയ്യാം. ഇനി കൂടാതെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, പ്രോകാരിയോട്ടിക് സെല്ലിന് 2-3 എക്സാമ്പിൾ പറയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ബാക്ടീരിയ ഉണ്ട് എക്സാമ്പിൾ ആയിട്ട്. ബാക്ടീരിയ ഒരു എക്സാമ്പിൾ ആണ്. PPLO അഥവാ മൈക്കോപ്ലാസ്മ ഒരു എക്സാമ്പിൾ ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ പിന്നെ പഠിക്കും. ബ്ലൂ ഗ്രീൻ ആൽഗെ ഒരു എക്സാമ്പിൾ ആണ്.
ഇവയൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? പ്രോകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ യൂകാരിയോട്ടിക് സെല്ലിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം യൂകാരിയോട്ടിക് സെൽ പ്ലാന്റ് സെൽ, അനിമൽ സെൽ, പ്രോട്ടിസ്റ്റ സെൽ, പ്രോട്ടിസ്റ്റയുടെ സെല്ല്, പ്രോട്ടിസ്റ്റ സെൽ അല്ലേടെ. ഇതെല്ലാം എന്തിന് ഫംഗൽ സെൽ, ഫംഗൽ സെൽ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാ? യൂകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഫംഗൽ സെൽ ഒക്കെ യൂകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെക്ചർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം സെൽ എന്താണ്, സെൽ തിയറി എന്താണ്, ഹിസ്റ്ററി ഓഫ് സൈറ്റോളജി, സൈറ്റോളജിയുടെ ഹിസ്റ്ററി എന്തൊക്കെയായിരുന്നു, സെൽ തിയറി എങ്ങനെ ഉണ്ടായി, അതിന്റെ പോസ്റ്റ്ലേറ്റ് എന്തൊക്കെയാണ്, ആരാണ് സെൽ തിയറി മോഡിഫൈ ചെയ്തത്, പിന്നെ ഓവർ വ്യൂ ഓഫ് സെൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് സെല്ലിന്റെ ഷേപ്പിനെ കുറിച്ച്, സൈസിനെ കുറിച്ച്, പിന്നെ കുറച്ച് സെല്ലുകളെ കുറിച്ച് ജനറൽ ഐഡിയ, ലാർജസ്റ്റ് സെൽ, സ്മോളസ്റ്റ് സെല്ലൊക്കെ എന്താണ്, ഹ്യൂമൻ ബോഡിയിലായാലും മൊത്തം വേൾഡ് എടുക്കുമ്പോഴും അവിടുത്തെ വലിയ സെല്ലും ചെറിയ സെല്ലും ഒക്കെ ഏതാണെന്ന് പഠിച്ചു. അതുപോലെ ഏറ്റവും അവസാന ഭാഗത്ത് പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അപ്പോൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലെക്ചർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലെക്ചർ 2 നമുക്ക് ഇതിന്റെ NCERT വായിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ഈ തിയറി സെക്ഷന്റെ NCERT നമ്മൾ വായിച്ച് ക്വസ്റ്റ്യൻസ് വളരെ 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 ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ലെക്ചർ 2 അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചറിന്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്ലാഷ് കാർഡ്സിനും മൈൻഡ് മാപ്സിനും ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്സിനും വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ആ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ടെല്ല ആപ്പിൽ ജോയിൻ ചെയ്ത് തുടർന്ന് വരുന്ന ലെക്ചറുകൾ കാണുക. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ലെക്ചർ 2 കാണാം. ബൈ.